Welcome to BSC Main Physics, Semester 5, Paper 4 Atomic and Molecular Physics. Today we begin a new unit, Unit 4 Molecular Spectra, Molecular Physics. And the first topic is electromagnetic induction, electromagnetic spectrum. Electromagnetic spectrum is the first topic we study in molecular physics, molecular spectra, Semester 5, BSc Main Physics, Paper 4, Atomic and Molecular Physics. So what is electromagnetic spectrum? Initially, we see what is electromagnetic spectrum. Write a note on electromagnetic spectrum. Look, the entire range of electromagnetic radiations extending from gamma rays of very short wavelength to radio waves of very long wavelength is known as electromagnetic spectrum. Visual spectrum is only a small portion, small region in the EM spectrum. Radio waves, microwaves, infrared waves, visible light, ultraviolet rays, X-rays, and gamma rays are the various regions in the electromagnetic spectrum. So the first question we have to study is electromagnetic spectrum. What is electromagnetic spectrum? The entire range of electromagnetic radiation is extending from a few angstrom gamma rays of very short wavelength to radio waves several kilometers of very long wavelength is known as electromagnetic spectrum. Visual spectrum is only a small region in the electromagnetic spectrum. Radio waves, microwaves, infrared waves, visible light, ultraviolet rays, X-rays, and gamma rays are the various regions in the electromagnetic spectrum. ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് പ്രകാശഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയും. ഇത് ഗാമാറയിൽ തുടങ്ങി റേഡിയോ വേവ്സിൽ അവസാനിക്കുന്ന കംപ്ലീറ്റ് ലൈറ്റ് വേവ്സാണ്. ഗാമാ റേസിന് എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്താണ്, നിങ്ങൾക്കറിയാം. അത് 0.001 ആങ്സ്ട്രം, ആ ഓർഡറിലാണ് വരുന്നത്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഗാമാ റേസിനാണ് 0.001 ആങ്സ്ട്രം. എക്സ്റേ ആണെങ്കിൽ 1 to 10 ആങ്സ്ട്രം, അങ്ങനെ പോകും. അങ്ങനെ കൂടി റേഡിയോ വേവ്സിൽ വരെ എത്തി നിൽക്കുന്ന കംപ്ലീറ്റ് പ്രകാശത്തെ വിളിക്കുന്ന പേരാണ്, ലൈറ്റ് വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം. ഇപ്പോൾ റേഡിയോ വേവ്സ് ആണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് മീറ്റർ, കിലോമീറ്റർ കണക്കിന് 100 കിലോമീറ്ററൊക്കെ വരും റേഡിയോ വേവ്സിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ വളരെ കുറച്ച് ആങ്സ്ട്രമിൽ തുടങ്ങി വളരെ കൂടിയ കിലോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ വിളിക്കുന്ന പേരാണ്, ലൈറ്റ് വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം. ഗാമാ റേസിന് എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്താണ്, റേഡിയോ വേവ്സിന് മാക്സിമം വേവ് ലെങ്താണ്. ഗാമാ റേ തൊട്ട് റേഡിയോ വേവ്സ് വരെയുള്ള ഈ ലൈറ്റ് വേവ്സിനെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. ആ സ്പെക്ട്രത്തിലെ പ്രധാനപ്പെട്ട റീജിയനും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ പ്രധാനപ്പെട്ട റീജിയനും അവയുടെ റെസ്പെക്റ്റീവ് വേവ് ലെങ്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഫ്രീക്വൻസിയും. കാരണം നമുക്കറിയാം സി ഈസ് ന്യൂ ലാംഡ, വെലോസിറ്റി ഓഫ് ലൈറ്റ് സി ഈസ് ന്യൂ ലാംഡ, ഫ്രീക്വൻസിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ വാക്വത്തിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കോൺസ്റ്റൻ്റ് ആണ്, സി ആണ് 3 × 10⁸. അപ്പോൾ അത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ ലൈറ്റിൻ്റെ ലാംഡ മാറിയാൽ, വേവ് ലെങ്ത് മാറിയാൽ ഫ്രീക്വൻസി മാറും. വേവ് ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. സി ഈസ് ഈക്വൽ ന്യൂ ലാംഡ എന്നാണ് റിലേഷൻ. സി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ആ ന്യൂ ലാംഡ വേരിയേഷൻ ഇൻവേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ റീജിയണും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വേരിയസ് റീജിയണും അവിടെ ലാംഡയും ആ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസി നമ്മൾ ടാബ്ലറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. വേവ് ലെങ്ത് തന്നാൽ ഫ്രീക്വൻസി എന്നുള്ള ടേം സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ വെച്ച് കണ്ടുപിടിക്കാം. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 3 × 10⁸ meter/second. So in this tabular form, the name of the regions of electromagnetic spectrum are given, their wavelengths are given, and also their respective frequencies are given. You can convert any wavelength into frequency or frequency into wavelength using the relation c is equal to new lambda. C is the velocity of light, which is 3 × 10⁸ meter/second vacuum. So you look here, gamma rays, X-ray, ultraviolet ray, visible light, infrared, microwave, and radio frequency wave.
Gamma ray wavelength is 0.0001 angstrom into 1 angstrom. And the respective frequency is 10 raised to 22 to 10 raised to 18. Similarly, the wavelength of other waves are given. When we come to radio frequency wave, we can see that here it is given wavelength as 1 centimeter to 100 centimeter. It may be kilometer, 100 kilometer, in that order. And for the study purpose, we have given some typical values. And for radio wave, the frequency is 10 raised to 10 to 10 raised to 6. So you have to remember some of the frequencies and their respective wavelength. And of this, visible is very important. Visible light wavelength is 4000 angstrom to 7000 angstrom. The corresponding frequency is 10 raised to 14. Or if you write a range, it is 10 raised to 15 to 10 raised to 14 hertz. 10 raised to 15 to 10 raised to 14 hertz approximately. Frequency and wavelength of visible, you have to remember. Now, investigating the relation connecting frequency and wavelength. Relation connecting frequency and wavelength. The relation is C is nu lambda. X you write as lambda and V you write as nu. C is nu lambda. That relation you write as C is nu lambda, where nu is the frequency of light and lambda is the wavelength. ആ റിലേഷൻ കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നാണ് ഇക്വേഷൻ. സി വെലോസിറ്റി ഓഫ് ലൈറ്റ്, ന്യൂ ഫ്രീക്വൻസി ആൻഡ് ലാംഡ വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ തരികയാണെങ്കിൽ ഇപ്പോൾ ലാംഡ കണ്ടുപിടിക്കാം, ലാംഡ തരികയാണെങ്കിൽ ന്യൂ കണ്ടുപിടിക്കാം. ഇതാണ് ഇതിൻ്റെ റിലേഷൻ. അപ്പം അത് വെച്ച് നമുക്ക് മുകളിൽ കാണുന്ന എല്ലാത്തിനും കൺവേർട്ട് ചെയ്ത് നോക്കാവുന്നതുണ്ട്. ഈ ടേബിളിൽ കാണുന്ന സകല ലാംഡകളെയും നമുക്ക് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഈ റിലേഷൻ വെച്ച്. അത്ര ഒരു പ്രോബ്ലം ഇവിടെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ടൈപ്പാണ്. യു സീ ദ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഫ്രീക്വൻസി പീരീഡ്. പീരീഡ് എന്നൊരു അഡീഷണൽ ടൈം പറഞ്ഞിരിക്കുകയാണ്. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ പീരീഡ് കാണാമല്ലോ. ഫൈൻഡ് ദ ഫ്രീക്വൻസി, പീരീഡ് ആൻഡ് വേവ് നമ്പർ ആൻഡ് വേവ് വെക്റ്റർ. ആ വേവ് വെക്റ്ററൊക്കെ എന്നുള്ള ടൈം ഒന്ന് പഠിക്കുക. Wave vector for light wave of wavelength lambda is 6000 angstrom, C 3 into 10 raised to 8 meter per second. You read the question once again. Find the frequency, period and wave number and wave vector for light wavelength lambda is 6000 angstrom, C is 3 into 10 raised to 8 meter per second. So the given data is rewritten. C is 3 into 10 raised to 8 meter per second. Lambda is 6000 angstrom. That is 6000 into 10 raised to minus 10 meter. That is on conversion to meter. And at first we can find frequency. New question mark. So use nu lambda. Nu is C by lambda equal to 3 into 10 raised to 8 by 6000 into 10 raised to minus 10, which will work out as 5 into 10 raised to 14 hertz. Next comes period T, which is reciprocal of frequency 1 by nu. 1 by 5 into 10 raised to 14 is equal to 0.2 into 10 raised to minus 14 second. Period we measure in second, frequency in hertz. Then wave number. Wave number is we write as nu bar. Nu bar is 1 by lambda. 1 by lambda. Lambda is 6000 into 10 raised to minus 10, which is equal to 1.67 into 10 raised to 6 meter raised to minus 1. Unit of wave number is meter raised to minus 1. And wave vector, k vector, which is actually 2 pi by lambda. Wave vector k is 2 pi by lambda equal to 2 pi by 6000 into 10 raised to minus 10, which is 7.3476 into 10 raised to 6 meter raised to minus 1. The unit is meter raised to minus 1. Meter raised to minus 1. That is the problem. And here there are some questions
ഫ്രം ദി അബൌട്ട് ടോപ്പിക്. റൈറ്റ് എ നോട്ട് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവും അതിൻ്റെ റീജിയണൊക്കെ എഴുതണം. മാർക്ക് 2 മാർക്കാണെങ്കിൽ റീജിയണൊക്കെ എഴുതണം. വേവ് ലെങ്ത് ഫ്രീക്വൻസിയൊക്കെ കാണിക്കണം. നമ്പർ 2, ലിസ്റ്റ് ദി വേരിയസ് റീജിയൻസ് ഇൻ ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ആ റീജിയൻ്റെ പേര് പറയാനാണ്, മാർക്ക് നോക്കി പറയണം. നമ്പർ 3, ഗീവ് ദ വേവ് ലെങ്ത് ലിമിറ്റ് ആൻഡ് ഫ്രീക്വൻസി ലിമിറ്റ് ഓഫ് വിസിബിൾ സ്പെക്ട്രം. ഇപ്പോൾ വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ വയലറ്റ് ടു റെഡ് ആണ്. വയലറ്റ് ഫ്രീക്വൻസി 4000 ആങ്സ്ട്രം, റെഡ് ഫ്രീക്വൻസി 7000 ആങ്സ്ട്രം. And if we convert into frequency, we get a 10⁻15 hertz to 10⁻14 hertz. You can convert wavelength into frequency using the relation C equal to nu lambda. ഇപ്പോൾ 4000 മുതൽ 7000 ആങ്സ്ട്രം വരെയാണ് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. 4000 ആങ്സ്ട്രം വയലറ്റ് ലൈറ്റ് വേവ് ലെങ്താണ്. 7000 റെഡ് ലൈറ്റ് വേവ് ലെങ്താണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് C = nu lambda എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് പറയുകയാണ് മോളിക്കുലർ എനർജീസ്. ഒരു കണ്ടെയ്നറിൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾസിന് എന്തെല്ലാം തരം എനർജി ഉണ്ട്, എന്തെല്ലാം തരം മോളിക്കുലർ എനർജീസ് ഉണ്ട് എന്ന് പറയുകയാണ്. ഇവിടെ റൊട്ടേഷൻ എനർജീസ് കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ള എനർജിയും നമ്മൾ കാണിക്കുകയാണ്. നോക്കിക്കോളാം, മോളിക്കുലർ എനർജീസാണ് കാണിക്കുന്നത്, മോളിക്കുലർ എനർജീസ്. അപ്പോൾ അതിൽ റൊട്ടേഷൻ എനർജി വരും. റൊട്ടേഷൻ എനർജി ടൈറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ മോളിക്കുലർ എനർജീസ് എന്ന് പറയുന്നത് മോളിക്യൂൾസിന് പ്രധാനമായിട്ടും 3 തരം എനർജിയാണ് പറയുന്നത്. ഇലക്ട്രോണിക് എനർജി ലെവൽസ്, വൈബ്രേഷൻ എനർജി ലെവൽസ്, റൊട്ടേഷൻ എനർജി ലെവൽസ്. റൊട്ടേഷൻ എനർജി ലെവൽസാണ് ചെറിയ ലൈനുകൾ കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള, അപ്പോൾ ഇവിടെ ഈ പടത്തിൽ എന്തെല്ലാം നോക്കിയേ, ആ Y ഡയറക്ഷനിൽ നമ്മൾ എനർജി ആണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് മോളിക്കുലർ എനർജിയാണ്. റൊട്ടേഷൻ എനർജി എന്നുള്ള ടൈറ്റിൽ പോലും അവിടെ വേണമെന്നില്ല, നമുക്ക് താഴെ പറഞ്ഞാൽ മതി. റൊട്ടേഷൻ എനർജി ശരിക്കും മീൻ ചെയ്യുന്നത് ആ അകത്ത് കാണുന്ന ചെറിയ ലൈൻസാണ്. J', മുകളിൽ J' ചെയ്തിട്ടുണ്ട്, താഴെ J" ചെയ്തിട്ടുണ്ട്. അതാണ് റൊട്ടേഷൻ എനർജി ലെവൽസ്. അതിന് നേരെ ഒരു N1 N' N" കാണിച്ചിട്ടുണ്ട്. അത് വൈബ്രേഷൻ എനർജി ലെവൽസാണ്. വൈബ്രേഷൻ എനർജി ലെവൽസ് അവിടെ 0, 1, 2 ചെയ്തിട്ടുണ്ട് മുകളിൽ. N" ആണെങ്കിൽ നമ്മൾ 0, 1, 2 താഴെ ചെയ്തിട്ടുണ്ട്. പിന്നെ E1 E2 കാണിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രോണിക് എനർജി ലെവൽസാണ്. അതാണ് ഈ പടം ശരിക്കും. E1 E2 ഇലക്ട്രോണിക് എനർജി ലെവൽസ്. N' N" കാണിക്കുന്നത് വൈബ്രേഷൻ എനർജി ലെവൽസ്. J' കാണിക്കുന്നത് J" താഴെയുണ്ട്, വായിക്കുക. J' കാണിക്കുന്നത് റൊട്ടേഷണൽ എനർജി ലെവൽസാണ്. എനർജി ലെവൽസാണ്. അപ്പോൾ ആ പടത്തെക്കുറിച്ചുള്ള ഒരു ഫുട് നോട്ടാണ്. ഫിഗർ ഷോസ് quantized energy levels of diatomic molecule. E1 and E2 are the electronic energy levels. N' and N" are vibration energy levels, and J' and J" are rotation energy levels. അപ്പോൾ നോക്കി, ഇവിടെ ഇലക്ട്രോണിക് എനർജി ലെവൽസിന് ഇടയ്ക്കാണ് വൈബ്രേഷൻ എനർജി ലെവൽസ് N' N" വരുന്നത്. അതും സബ് ഡിവൈഡ് ചെയ്താണ്, അത് പിന്നെ ഡിവൈഡ് ചെയ്താണ് റൊട്ടേഷണൽ എനർജി ലെവൽസ് വരുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഡിവൈഡ് ചെയ്താണ് വൈബ്രേഷൻ എനർജി ലെവൽസ് N' N" വരുന്നത്. അത് ഫർദർ ഡിവൈഡ് ചെയ്താണ് അകത്ത് റൊട്ടേഷൻ എനർജി ലെവൽസ് J' J" കാണിച്ചിരിക്കുന്നത്. So you see, figure shows quantized energy levels of diatomic molecule. E1 and E2 are electronic energy levels. N' and N" are vibration energy levels, and J' and J" are rotational energy levels. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം. The molecules in a container possesses the following energies. അപ്പോൾ ഒരു പാത്രത്തിലുള്ള മോളിക്യൂൾസിന് ഇനി പറയുന്ന എനർജീസ് ഉണ്ടായിരിക്കും. നമ്പർ 1 ട്രാൻസ്ലേഷണൽ എനർജി.
ട്രാൻസ്ലേഷൻ ET. ആ ET പടത്തിൽ കാണിച്ചിട്ടില്ല, അതിനൊരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. ഡ്യൂ ടു ദി മോഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂൾസിൻ്റെ ചലനം മൂലം, മോളിക്യൂൾസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് ട്രാൻസ്ലേഷൻ എനർജി. അത് മിക്കവാറും കൈനറ്റിക് എനർജി ഫോമിലായിരിക്കും. നമ്പർ 2, ഇലക്ട്രോണിക് എനർജി EE, ഡ്യൂ ടു ദി മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ മോളിക്യൂൾസ്, മോളിക്യുലാർ മോഷൻ മൂലമാണ്, ആ മോളിക്യൂൾസിലെ ഇലക്ട്രോൺ മോഷൻ മൂലമാണ് അത് ഉണ്ടാകുന്നത്. നമ്പർ 3, വൈബ്രേഷൻ എനർജി EV ആയിട്ടോ, ബ്രാക്കറ്റിൽ ഇരിക്കുന്ന EV എന്നാണ്, അല്ലാതെ ER എന്ന് വായിക്കുന്നത്, EV. വൈബ്രേഷൻ എനർജി, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി വൈബ്രേഷണൽ മോഷൻ ഓഫ് ദി ആറ്റംസ് ഇൻ എ മോളിക്യൂൾ about their equilibrium position. Now comes vibration energy. അത് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് കൂടി നിങ്ങൾ ചേർക്കണം കേട്ടോ. വൈബ്രേഷൻ, പിന്നെ റൊട്ടേഷൻ എനർജി ലെവൽ നമ്മൾ കാണിച്ചിട്ടില്ല, അതൊന്നും എഴുതണേ. ഇപ്പോൾ നമ്പർ 4 റൊട്ടേഷൻ എനർജി ലെവൽസ്, നമ്പർ 4 റൊട്ടേഷൻ എനർജി ലെവൽസ് അവിടെ എഴുതണം, അത് വിട്ടുപോയതാണ്. നമ്പർ 4 റൊട്ടേഷൻ എനർജി ലെവൽസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു റൊട്ടേഷണൽ മോഷൻ ഓഫ് ദി മോളിക്യൂൾസ്. അത് നമ്പർ 4 എന്നാണ് കേട്ടോ, അവിടെ ആ 3യുടെ താഴെ നമ്പർ 4, ഇറ്റ് ഈസ് ഡ്യൂ ടു റൊട്ടേഷണൽ മോഷൻ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ വൈബ്രേഷൻ എനർജി ലെവൽസ്. ഇത് കാണിക്കണം. ഇവിടെ നോക്കി നമ്പർ 3 വൈബ്രേഷൻ എനർജി EV, due to the vibrational motion of the molecules of the atom in a molecule about their equilibrium position. Number 4 rotation energy levels, it is due to the rotation of the molecules, rotation of the molecules about its about the axis through center of mass. ഇതിൽ of these the translation energy is not quantized and the space available for translation motion is large compared to the dimension of the molecule. ഇപ്പോൾ ട്രാൻസ്ലേഷൻ എനർജി ഇവിടെ കാണിച്ചിട്ടില്ല, അത് ക്വാണ്ടൈസ്ഡും അല്ല, പ്രത്യേകം ലെവലില്ല. ഇനി the relative positions of electronic energy levels, vibration energy levels and rotation energy levels are shown in the figure. അപ്പോൾ ഇലക്ട്രോണിക് എനർജി ലെവൽസ് നമ്മൾ ഇവിടെ ഇട്ട് കാണിച്ചിട്ടുണ്ട്, വൈബ്രേഷൻ എനർജി ലെവൽസ് N' കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് റൊട്ടേഷൻ എനർജി ലെവൽസ് J' കാണിച്ചിട്ടുണ്ട്. It can be seen that the vibrational transitions produce a code spectra. വൈബ്രേഷണൽ ട്രാൻസിഷൻ അല്പം വലുതാണ്, അത് നമുക്ക് തരുന്നത് കോഡ് സ്പെക്ട്ര എന്ന് പറയും. ഒരു റഫായിട്ടുള്ള സ്പെക്ട്ര, ഒരു വൈഡ് വേവ് ലെങ്താണ്, വൈഡ് സെപ്പറേഷൻ. അപ്പോൾ അതവിടെ പറയുന്നത് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് പ്രൊഡ്യൂസ് കോഡ് സ്പെക്ട്ര, COARS, കോഡ് സ്പെക്ട്ര, ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് വിൽ ഗീവ് എ ഫൈൻ സ്പെക്ട്ര. ഫൈൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ചെറിയ ലൈനുകളാണ്. അപ്പോൾ റൊട്ടേഷണൽ എനർജി ലെവൽസ് അതിൻ്റെ സ്പെക്ട്ര, റൊട്ടേഷൻ എനർജി ട്രാൻസിഷൻസ് വിൽ പ്രൊഡ്യൂസ് എ ഫൈൻ സ്പെക്ട്ര. വൈബ്രേഷൻ എനർജി ലെവൽസിനെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടാണ് റൊട്ടേഷൻ എനർജി ലെവൽസ് J' നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തരുന്ന സ്പെക്ട്രത്തെ, റൊട്ടേഷണൽ ലെവലിൽ സംഭവിക്കുന്ന ട്രാൻസിഷൻ അത് തരുന്ന സ്പെക്ട്രത്തെ നമ്മൾ ഫൈൻ സ്പെക്ട്ര എന്നും, വൈബ്രേഷണൽ ട്രാൻസിഷൻ തരുന്ന സ്പെക്ട്രത്തെ നമ്മൾ കോഡ് സ്പെക്ട്ര എന്നും പറയും. ആ രണ്ട് വാക്ക് ഓർത്തുകൊള്ളണം. What are code spectra and fine spectra? It can be seen that the vibrational transition spectra produce a code spectra. Vibrational transitions produce a code spectra and rotational transitions will produce a fine spectra. Fine spectra എന്നാണ് പറയുന്നത്. The energy separation between adjacent electronic, vibrational and rotational levels of a molecule are found to be of the order of, ഇവിടെ സെപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്, അത് വേവ് നമ്പർ ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്, വേവ് നമ്പർ 4 ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്, 1/λ ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. ദി എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ adjacent electronic,
vibrational and rotational levels of molecules are found to be of the order of 10 raised to 5 to 10 raised to 6 centimeter raised to minus 1, 300 to 4500 centimeter raised to minus 1, and 300 centimeter raised to minus 1 respectively. അപ്പോൾ നിങ്ങളിവിടെ സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 1 എന്നുള്ള യൂണിറ്റ് പ്രത്യേകം കൊടുക്കണം. മീറ്റർ റേസ് ടു മൈനസ് 1 പോലും അല്ല, സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 1 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് 10⁵ to 10⁶ ആണ്. പിന്നെ വൈബ്രേഷനിലെ റേഞ്ച് 300 മുതൽ 4500 വരെ സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 1 ആണ്. പക്ഷേ റൊട്ടേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് നമ്മൾ 300 സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 1. Consequently, the spectral lines resulting from rotational motion fall in the far infrared and microwave regions, whereas those from the vibration spectrum fall in the middle infrared region and spectral line resulting from electronic energy fall in the ultraviolet and visible regions. So region you understand. Consequently, the spectral lines resulting from vibrational motion fall in the far infrared and microwave region, whereas those from the vibration spectra fall in the middle of infrared region, and the spectral line resulting from the electronic energy levels fall in the ultraviolet and visible regions. അപ്പോൾ അൾട്രാവയലറ്റും വിസിബിളും അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി നോക്കുക, അതിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇവിടെ നമുക്ക് രണ്ടെണ്ണമായിട്ട് പഠിക്കാം. വൈബ്രേഷൻ സ്പെക്ട്ര എവിടെയാണ് കിട്ടുന്നത്? അത് മിഡിൽ ഇൻഫ്രാറെഡിലാണ്, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് എന്ന് പഠിച്ചാൽ മതി. വൈബ്രേഷൻ സ്പെക്ട്രം തരുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രമാണ്. വൈബ്രേഷണൽ ട്രാൻസിഷൻ തരുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രമാണ്. അപ്പോൾ റൊട്ടേഷൻ തരുന്നത് മൈക്രോവേവാണ്. മൈക്രോവേവും ഫാർ ഇൻഫ്രാറെഡും ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് രണ്ടും, ഈ ഫാർ ഇൻഫ്രാറെഡും മിഡിൽ ഇൻഫ്രാറെഡും റൊട്ടേഷനും വൈബ്രേഷനും വ്യാപിച്ച് കിടക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ള സമയത്ത് ഇങ്ങനെ പറയാം, മൈക്രോവേവ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും റൊട്ടേഷൻ സ്പെക്ട്രമാണ്. അതുപോലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പ്രധാനമായും വൈബ്രേഷൻ സ്പെക്ട്രമാണ്. മൈക്രോവേവ് സ്പെക്ട്രം റൊട്ടേഷൻ സ്പെക്ട്രമാണ്, ഇൻഫ്രാറെഡ് സ്പെക്ട്രം വൈബ്രേഷൻ സ്പെക്ട്രമാണ്. അങ്ങനെ ഓർത്തിരിക്കണം. പിന്നെ ഫാർ ഇൻഫ്രാറെഡ് വരുന്നതും വൈബ്രേഷനിലാണ് എന്ന് ഓർത്തിരുന്നോളൂ. ഒത്തിരി വായിക്കാം, എന്തെങ്കിലും സംശയം നോക്കുക. Consequently, the spectral lines resulting from rotational motion fall in the far infrared and microwave region. അതാണ്. Whereas those from the vibration spectrum falls in the middle infrared region. ഇപ്പം ഇൻഫ്രാറെഡ് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ മൈക്രോവേവ് ഓർക്കുക, താഴത്തത് ഇൻഫ്രാറെഡ് ഓർക്കുക. And spectral lines resulting from electronic energy levels fall in the ultraviolet and visible regions. അപ്പം അതിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻസ്: ഡിസ്ക്രൈബ് ദി ഡിഫറെൻറ്റ് എനർജീസ് ഓഫ് മോളിക്യൂൾസ് ഇൻ എ കണ്ടെയ്നർ. നമ്മൾ 4 തരം എനർജി പഠിച്ചതാണ്, വായിച്ച് പഠിക്കണം, പടം വരക്കണം. എനർജി ലെവൽസിൻ്റെ ചിത്രം വരയ്ക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 2, റൈറ്റ് എ നോട്ട് ഓൺ ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്ര എന്നുള്ള എഴുതിയിട്ട് അതിൻ്റെ കൂടെയുള്ള വൈബ്രേഷൻ എല്ലാം കാണിക്കണം. എന്നിട്ട് പറയണം, ഇലക്ട്രോണിക് സ്പെക്ട്ര ആർ ഡിവൈഡഡ് ഇൻ ടു വൈബ്രേഷൻ ലെവൽസ് വിച്ച് ഈസ് ഫർദർ ഡിവൈഡ് ഇൻ ടു റൊട്ടേഷൻ എനർജി ലെവൽസ് എന്ന് പറയണം. വാട്ട് ആർ കോഴ്സ് സ്പെക്ട്ര ആൻഡ് ഫൈൻ സ്പെക്ട്ര? ലാസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, വായിച്ചില്ല, അതാണ്. ആൻഡ് ദറ്റ് ഈസ് ഓൾ വിത്ത് യുവർ
27th class on atomic and molecular physics. Thank you very much.